തിരുഞ്ചല്ലൂർ ഗ്രാമത്തെ 14 നാൾ ഉത്സവ ലഹരിയിലാറാടിച്ച തൃച്ചംബരം ക്ഷേത്ര മഹോത്സവത്തിന് സമാപനം കുറിച്ചുകൊണ്ടുള്ള കൂടിപ്പിരിയൽ ചടങ്ങ് ഭക്ത മനസ്സുകളെ നിർവൃതിയുടെ പാരമ്യത്തിലെത്തിച്ചു. ചൊവ്വാഴ്ച ഉത്സവ ബലിയോടുകൂടിയാണ് സമാപന ചടങ്ങുകൾക്ക് തുടക്കം കുറിച്ചത്. ദേവന്റെ പരിവാരങ്ങൾക്ക്, അതായത് എല്ലാ ദേവതമാർക്കും ഭൂതഗണങ്ങൾക്കും ബലി നൽകുന്ന ചടങ്ങാണ് ഉത്സവ ബലി. തുടർന്ന് രാത്രിയിൽ ഗ്രാമബലിയോടുകൂടിയ നാടുവലംവെക്കൽ ചടങ്ങ് നടന്നു. പാലകുളങ്ങര ശാസ്താ സന്നിധിയിലെത്തിയ ദേവൻ അവിടെ നടന്ന വിശേഷാൽ പൂജകൾക്ക് ശേഷം തിരിച്ചെത്തി പള്ളിക്കുറിപ്പ് കൊണ്ടു. ബുധനാഴ്ച പള്ളി ഉണർത്തലിന് ശേഷം വിശേഷാൽ പൂജകൾ നടന്നു. വൈകുന്നേരമാണ് ആറാട്ട് നടന്നത്. ക്ഷേത്രച്ചിറയിലെ ആറാട്ടുകടവിലേക്ക് ശ്രീകൃഷ്ണ ബലരാമന്മാർ എഴുന്നള്ളി. ജ്യേഷ്ഠാനുജന്മാരുടെ ആറാട്ട് കാണാൻ ആയിരങ്ങളാണ് എത്തിയത്. ഭക്തകണ്ഠങ്ങൾക്കിടയിൽ നിന്നുയർന്ന ഗോവിന്ദനാമ സങ്കീർത്തനങ്ങൾക്ക് നടുവിൽ ദേവവിഗ്രഹങ്ങളുമായി ക്ഷേത്രച്ചിറയിലിറങ്ങി ആറാട്ടുകർമ്മങ്ങൾ പൂർത്തിയാക്കി. നീർക്കോട്ടിൽ ശ്രീ മഹാഗണപതി ക്ഷേത്രത്തിലെ ചടങ്ങുകൾക്ക് ശേഷമാണ് ഭഗവാന്മാർ തിരിച്ചെഴുന്നള്ളിയത്. വ്യാഴാഴ്ച രാവിലെ മുതൽ വിശേഷാൽ പൂജകൾ നടന്നു. ഉച്ചയ്ക്ക് ശേഷമാണ് കൂടിപ്പിരിയലിനുള്ള ചടങ്ങുകൾ തുടങ്ങിയത്. ശ്രീകൃഷ്ണനും ബലരാമനും ബാലലീലകളാടി. ജ്യേഷ്ഠനായ ബലരാമനും അനുജനായ ശ്രീകൃഷ്ണനും ബാലലീലകളിൽ മുഴുകി. ഗോവിന്ദം വിളികളുമായി ആയിരങ്ങൾ ഒപ്പവും. മഴൂരിൻ്റെ ദേശദേവനായ മഴൂരപ്പൻ അവിടെ ഇല്ലാത്ത അവസ്ഥ. തൃച്ചംബരത്തപ്പനാകട്ടെ ഒന്നും ശ്രദ്ധിക്കാതെ ബാലലീലകളിൽ മുഴുകുന്നു. എന്തു ചെയ്യാൻ? ഒരേ ഒരു വഴി, പാലുമായി ശ്രീകൃഷ്ണനെ സമീപിക്കുക. ബാലലീലകൾ പാരമ്യത്തിലെത്തിയപ്പോൾ പാലമൃതൻ ഒരു കുടം പാലുമായി എത്തുന്നു. ശ്രീകൃഷ്ണൻ പാലിനായി പാലമൃതൻ്റെ കൂടെ പോകുന്നു. ശ്രീകൃഷ്ണൻ പോയതോടെ സങ്കടത്തോടെ ബലരാമൻ മഴൂരിലേക്ക് മടങ്ങുന്നു. ഈറനണിഞ്ഞ കണ്ണുകളോടെ ആയിരങ്ങളാണ് ഭഗവാന്മാരുടെ പവിത്രമായ ഈ കൂടിപ്പിരിയലിന് സാക്ഷിയായത്. ഭക്തമനസ്സുകൾക്ക് ഉറക്കമില്ലാത്ത 14 രാവുകളും ഉറക്കം തൂങ്ങിയ 14 പകലുകളും സമ്മാനിച്ച തൃച്ചംബരം ക്ഷേത്ര മഹോത്സവം അങ്ങനെ പരിസമാപ്തിയായി. അടുത്ത കുംഭം 22-ന് കൊടിയും മുളയും നിവരുന്നതിനായുള്ള കാത്തിരിപ്പിന് തുടക്കമാവുകയും ചെയ്തു.
ന്യൂസ് ബ്യൂറോ, കണ്ണൂർ മീഡിയ. ശരി, പറയൂ, എന്താ ഇങ്ങനെ പ്ലാൻ? കിച്ചൺ വർക്സും ഇന്റീരിയർ വർക്സും നമുക്ക് നല്ലൊരു ടീമിനെ ഏൽപ്പിക്കണം. പിന്നെ ഫർണിച്ചർ സുനിതയിൽ എടുക്കാം. അവിടെ ആകുമ്പോ എല്ലാ മോഡൽ ഫർണിച്ചറും അവൈലബിൾ ആണ്. മോഡേൺ വേണമെങ്കിൽ മോഡേൺ, ട്രഡീഷണൽ വേണമെങ്കിൽ ട്രഡീഷണൽ. ഇനിയിപ്പോ ഇമ്പോർട്ടഡ് ഫർണിച്ചർ വേണമെങ്കിലോ അതും സുനിതയിലുണ്ട്. ചേട്ടാ, ഫർണിച്ചർ സുനിതയിലാണെങ്കിൽ മോഡുലാർ കിച്ചണും ഇന്റീരിയർ വർക്സും അവരെ തന്നെ ഏൽപ്പിച്ചാ പോരെ? അതിനവർ ഇന്റീരിയർ വർക്സ് ഒക്കെ ചെയ്യുന്നുണ്ടോ? ഒരു വീടിന്റെ മുഴുവൻ ഇന്റീരിയർ ഡിസൈൻ ചെയ്ത് ഫിനിഷ് ചെയ്യാനുള്ള സ്പെഷ്യലൈസ്ഡ് ആൻഡ് എക്സ്പീരിയൻസ് ടീമും സ്വന്തമായ ഒരു മാനുഫാക്ചറിംഗ് യൂണിറ്റും ഉണ്ട് സുനിതയ്ക്ക്. ഇപ്പോൾ ഏത് ജനറേഷന്റെയും ഫേവറേറ്റ് സുനിത ഫർണിച്ചർ.